ക്രൈസ്തവ സന്യാസിനികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളനം നടത്തുന്നവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണമുയരുന്നു. പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഉന്നത തലത്തിലുള്ള ചില നിലപാടുകളാണ് ഇതിന് പിന്നിലെന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ കരുതുന്നത്. സമകാലിക സംഭവങ്ങളെ മുൻനിർത്തി ക്രൈസ്തവ സന്യാസികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായ അവഹേളനങ്ങളാണ് നടക്കുന്നതെന്ന് സന്യസ്തരും അൽമായ നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. സിസ്റ്റർ ലൂസി കളപ്പൊരിക്കലിന്റെ വിഷയത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ തിരുവല്ലയിൽ മരണപ്പെട്ട സന്യാസാർത്ഥിനിയുടേതുൾപ്പെടെയുള്ളവയിൽ ഈ വേട്ടയാടൽ തുടരുകയാണ്. ഏറ്റവും അവഹേളനപരവും ലജ്ജാകരവുമായ രീതിയിലാണ് ഈ പ്രചാരണമെന്നും ഇവർ ആരോപിക്കുന്നു. കന്യാസ്ത്രീകളെയും കേരളത്തിലെ പുരോഹിതന്മാരെയും കേരളത്തിന്റെ തെരുവീഥികളിൽ വെച്ച് ഭാവിയിൽ കയ്യേറ്റം ചെയ്യാനും കടന്നാക്രമിക്കുവാനും വേണ്ട കളപ്പൊരുക്കലാണ് ഈ നിഗൂഢ ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ നീക്കങ്ങളുടെ പിന്നിലെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുതയാണ്. എന്നാൽ രൂക്ഷമായ അവഹേളനങ്ങളും വ്യക്തിഹത്യയും തുടരുമ്പോഴും പോലീസോ ബന്ധപ്പെട്ട അധികൃതരോ നടപടി സ്വീകരിക്കാതിരിക്കുകയാണ്. ഇത്തരം വ്യക്തിഹത്യകളും അപമാനിക്കലും സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പലതവണ പരാതികൾ ലഭിച്ചിട്ടും ഇക്കാര്യത്തിൽ ബോധപൂർവം നടപടി സ്വീകരിക്കാത്തത് സംശയം ഉയർത്തുകയാണ്. നിരവധി കന്യാസ്ത്രീകളും അച്ഛന്മാരും ആയിരക്കണക്കിന് ആത്മായിരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പല പ്രാവശ്യമായിട്ട് പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധിയായ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടൊരു കേസിൽ പോലും ഒരു FIR എങ്കിലും രജിസ്റ്റർ ചെയ്യാനോ അന്വേഷണം നടത്താനോ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ദുഷ്പ്രചരണങ്ങളിൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ സന്യസ്തരുടെ ഇടയിലും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സന്യസ്തരെ ഈ നിസ്സംഗത ഭീഷണി ഉയർത്തുമെന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ കരുതുന്നത്. ഷക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി.